ഞാൻ മിനിയാന്ന് ഇന്നലെയായിട്ട് 2 സിനിമകൾ കണ്ടു. ഒന്നാമത്തത് ആവേശം, രണ്ടാമത്തത് പ്രേമലു. ഒന്ന് ഒബിയസ്ലി തിയേറ്ററിൽ പോയി കണ്ടതും ഒന്ന് OTT വന്നപ്പോൾ കണ്ടതുമാണ്. അപ്പോൾ ഈ 2 സിനിമകളെ കുറിച്ചാണ് എൻ്റെ ഒരു സംസാരം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അതിനെ ഹിയർ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അവിടെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതൊരിക്കലും ഒരു കമ്പാരിസൺ അല്ല, നേരെ മറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ 2 സിനിമകളെ കുറിച്ച് പറയാനാണ്. ആവേശം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെ ലോജിക്ക് വെച്ച് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ വർക്കാവില്ല. നേരെ മറിച്ച് നിങ്ങൾ അടിച്ചു പൊളിക്കാനായിട്ട്, അതായത് നല്ലൊരു സിനിമ കാണാനായിട്ടാണ് പോകണമെങ്കിൽ, ഒരു മാസ് കോമഡി പടം കാണാനാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഫഹദൊക്കെ. അതിൻ്റെ അത് കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയിലാണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഫഹദ്. പിന്നെ നമ്മളുടെ ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. പിന്നെ ഹരി. എനിക്ക് ഹിപ്സ്റ്ററിനെ കാരണം കുറച്ച് പരിചയം. ഹരി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. നല്ല രസമാണ് അവൻ്റെ ഈ അവൻ വളരെ ഹിപ്സ്റ്ററിൻ്റെ അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പക്ഷേ അവനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ അകത്ത് മെയിൻലി 2 പേരെ മാത്രമേ അറിയുള്ളൂ നേരത്തെ മൂവിയിലുണ്ടായ. പിന്നെ ഫഹദിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ കിടിലനാണ്. അതായത് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഫഹദ് ഇല്ല. ഫഹദ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം ഇതിങ്ങനെയാണ് പോണത്. അതായത് പടം ഇങ്ങനെ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. പടത്തിൻ്റെ ഗ്രാഫ് ഞാൻ ജസ്റ്റ് പറയാം. ഒരു അടിച്ചുപൊളി ആയിട്ട് കാണാൻ പോകണമെങ്കിൽ പടം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഇവിടെ വെച്ചാണ് ഫഹദ് വരണമെന്ന് ചോദിക്കുക. ഇതിങ്ങനെ പോകണം ഗ്രാഫ്. അമ്മാതിരി ലെവലിൽ ഫഹദ് കാണിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡില്. ഇതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയണ്ട. കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പടത്തെ കുറിച്ച് കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം കാണാനുള്ളൊരു ഗുമ്മു പോവും. പിന്നെ എനിക്ക് കുറച്ചും കൂടി ആ പാട്ടില്ല ജാട, ആ പാട്ടൊക്കെ വന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം, ഞാൻ പ്രതീക്ഷിച്ചിട്ട് കിട്ടേണ്ടായ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഇല്ലുമിനാറ്റി പാട്ടുണ്ടല്ലോ, അത് ഏറ്റവും അവസാനം ഉണ്ടെന്ന് വെച്ച്. ഈ 2 കാര്യങ്ങൾ വെച്ചോ, ഈ ഒരു ഒറ്റ കാര്യം വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം വേറെ ലെവലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ. ഞാൻ ആഗ്രഹിച്ചിരുന്നു, മീൻസ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട് കുറച്ച് നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ വരും നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് അത് കുറച്ച് നേരത്തെ വെക്കാനെന്ന് തോന്നി. വെക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് സത്യം. കാരണം എന്ന് പറഞ്ഞെങ്കിൽ പടത്തിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു പാട്ട് പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ആ ഒരു പാട്ട് കേട്ടത്. ഫഹദിൻ്റെ ലുക്കൊക്കെ കിഡിലനായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഴ്സണലി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലോജിക്ക് വെച്ചില്ല, നേരെ മറിച്ചിട്ട് ഒരു നല്ല രീതിയിലൊരു പടം കാണാനായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പടം 100% വർക്കാവും. കിടിലൻ പടം. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞെങ്കിൽ പ്രേമലു. അത് ഞാൻ ഇന്നലെ ഇരുന്നാണ് കണ്ടെടുക്കുന്നത്. രാത്രി 12 മണി 12:30 ആയി അത് കണ്ട് കഴിഞ്ഞപ്പോൾ. അതായത് ഇന്ന് ഓഫീസിൽ പോകാനായിട്ട് എണീക്കാനായിട്ട് നല്ല മടിയായിരുന്നു. എന്തായാലും പ്രേമലു എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാം. പ്രേമലു എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മളുടെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞെങ്കിൽ. പടം മെയിൻലി ജയിക്കണത് 2 കാര്യങ്ങളോടാണ്. ഒന്ന് റിയൽ സ്റ്റോറി ആകുമ്പോൾ, 2 അത് ആൾക്കാർക്ക് മീൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമ, അതായത് നമ്മളെ ആവേശം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞെങ്കിൽ പടം എങ്ങനെയാണെന്നുള്ളൊരു ജോണർ ആൾക്കാർ കൊടുത്ത്, ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു പടം ഇഷ്ടപ്പെടും. അതായത് കോമഡി ഒരു മാസം കൂടെ കലർന്ന ഒരു പടമാണ് ഈ നമ്മളുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമ. അങ്ങനത്തെ ഒരു ജോണർ ആഗ്രഹിച്ച് പോകണം, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. പക്ഷേ എല്ലാവർക്കും അത് വർക്കായിക്കൊള്ളണമെന്നില്ല, വർക്കാവുന്നവരുണ്ട്. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം കൂടുതലായിട്ട് വിജയിച്ച് പോകുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റിയൽ സ്റ്റോറി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് കണക്ട് ആവുന്ന സ്റ്റോറീസ്, അങ്ങനത്തെ സിനിമകളാണ് വിജയിച്ച് കയറിപ്പോണത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു പ്രേമലു. നമ്മളുടെ നെസ്ലിനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാത്യു കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാത്യു അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മമിതയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. അതായത് മമിതയും അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരൻ നമ്മളുടെ നെസ്ലിൻ്റെ കൂട്ടുകാരായിട്ട്, പേരെനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് വന്നിട്ട് ഇരുന്ന സിനിമയുടെ കഥയല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. ഈ പുള്ളിക്കാരനും കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാരക്ടറും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇവർ 2 പേരും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞെങ്കിൽ അവർ അതിനുള്ളത് കാണിച്ചു വെച്ചിട്ടുണ്ട് പടത്തിൽ. നല്ല ഒരു സിനിമയായിരുന്നു. പടത്തിന് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞെങ്കിൽ, ഈ പടത്തിന് നമ്മൾ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പടം നല്ല ഒബ്വിയസ്ലി ഒരു മൂവി വൈസ് കിടിലൻ പടമായിരുന്നു കേട്ടോ അത്. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ, ഈ പടം നിങ്ങൾ റിയാലിറ്റി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത്, കാരണം എന്ന് പറഞ്ഞെങ്കിൽ
ഈ സിനിമയിൽ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് എൻ്റർലി പടത്തിൻ്റെ വൈബ് മാറുകയാണ്. അതായത് എൻ്റർലി മാറുകയാണ്. അത് കാണാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അതൊരു സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ ആ വൈബ് മാറണമെന്നാന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ പടം കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഇപ്പം തന്നെ കുറേ പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീല് പിന്നെ കുറേ പേരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി പടം കാണാത്ത പലരും ഉണ്ടാവും, അവർക്കൊരു സ്പോയിലറായി പോകും. സോ എനിക്ക് ആ ഒരു സംഭവം മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് പറ്റാത്തതുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റത്തെ ആ ഒരു 20 മിനിറ്റ്. ബാക്കിയെല്ലാം കുറേയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി, കുറേ ഒന്നും കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ പടം വൈസ് കിടിലൻ പടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ താഴത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം. കമൻറ്റ് ബോക്സ് ഫുൾ ടൈം ഓപ്പൺ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അദ്നാൻ. ബൈ ഓൾ.